നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളും അപ്ഡേറ്റ്സും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു പ്രധാന അറിയിപ്പുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ കൂടാതെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16ഓളം ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഈ സുപ്രധാന വിവരങ്ങളുടെ സമഗ്ര വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി. ഫെബ്രുവരി മാസത്തെ 2000 രൂപയുടെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏറെക്കാലമായി കാത്തിരുന്ന ഈ തുക ഇന്നു മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഏകദേശം 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക വിതരണം ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമായി ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിനോടകം തുക അക്കൗണ്ടിൽ ലഭിച്ചവർ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഇതൊരു ധൈര്യമായിട്ട് മാറും. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ വിതരണം സാധാരണയായി 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകാറുണ്ട്. എങ്കിലും ചില ബാങ്കുകളിൽ സാങ്കേതിക വൈകല്യം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് അപൂർവമായി ചില അക്കൗണ്ടുകളിൽ 4 മുതൽ 5 ദിവസങ്ങൾക്ക് ശേഷം തുക ക്രെഡിറ്റ് ആകാറുണ്ട്. ആയതിനാൽ ഇന്ന് തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ മുഖേന നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ തുക വിതരണം ചെയ്യുന്നതാണ് പതിവ്. ഇതിനായി ഓരോ സഹകരണ ബാങ്കിലേക്കും വിതരണം ചെയ്യേണ്ട തുകയും ലിസ്റ്റും എത്തിച്ചേരണം. അതിനുശേഷം മാത്രമേ ജീവനക്കാർ അവരുടെ ഏരിയകളിലെ വീടുകളിലേക്ക് വിതരണം ആരംഭിക്കൂ. വീടുകളിലെ വിതരണം സാധാരണ 7 മുതൽ 10 ദിവസം വരെ എടുക്കാറുണ്ട്. അതിനാൽ സഹകരണ ബാങ്ക് വഴി ലഭിക്കുന്നവർ കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരും. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ ഏകദേശം 1050 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഇതിലൂടെ 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് നേരിട്ട് സഹായം ലഭിക്കും. ഈ ഗുണഭോക്താക്കളിൽ ഏകദേശം 8.5 ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടുന്ന പെൻഷനാണ് ലഭിക്കുന്നത്. ഈ കേന്ദ്രവിഹിതം തുക പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. അതിനാൽ ഇത്തവണ ചിലർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 പൂർണ്ണമായി ലഭിക്കാതെ 1700 രൂപ, 1800, 1500 തുടങ്ങിയ തുകകൾ മാത്രം ലഭിച്ചേക്കാം. ബാക്കി വരുന്ന കേന്ദ്രവിഹിത തുക കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രത്യേകം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. കേന്ദ്രവിഹിതം ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിത തുക എത്തുക. ആയതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബാങ്കിൽ നിന്നും NPCI മാപ്പിംഗ് നില പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഉടൻ തിരുത്തലുകളും നടത്തുക. ഇത് ചെയ്യാത്ത പക്ഷം കേന്ദ്രവിഹിതം വൈകാനുള്ള സാധ്യതയുണ്ട്. ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ അറിയിപ്പും എത്തിയിരുന്നു. സർക്കാർ തന്റെ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വിതരണം ആരംഭിക്കുന്നത്. ഇന്ന് തന്നെ തുക ലഭിക്കാത്തവർക്ക് നാളെയോ മറ്റന്നാളെയോ ആയി അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതായിരിക്കും. സാങ്കേതികമായി പല ഘട്ടങ്ങളിലായാണ് തുക വിതരണം നടക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിൽ തുക എത്തിയോ എന്ന് SMS പരിശോധിക്കുക. ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ സമീപ സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുക. ആധാർ ലിങ്കിംഗ് സ്ഥിതി പരിശോധിക്കുക. അടുത്ത വാർത്ത അപ്ഡേറ്റ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. റിപ്പോർട്ടുകൾ പ്രകാരം വോട്ടെടുപ്പ് ഏപ്രിൽ മാസത്തിലെ 2ാം വാരത്തിൽ നടന്നേക്കുമെന്നാണ് സൂചനയുള്ളത്. ഏപ്രിൽ 6 മുതൽ 12 വരെ അല്ലെങ്കിൽ വിഷുവിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 12 ശേഷം ഉണ്ടാകാനാണ് സാധ്യത. മാർച്ച് 5 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പ്രധാനമന്ത്രിയും കേരളത്തിലെത്തുന്നുണ്ട്. അതിനുശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക എന്നതാണ് സൂചന. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ജില്ലാ തലത്തിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് CPM 3ാം തുടർച്ചയായ ഭരണ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 62 MLAമാരിൽ ഏകദേശം 9 പേർക്ക് വീണ്ടും അവസരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന മുൻ നിബന്ധനയിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ 40 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ 20 പേർ നിലവിൽ MLAമാരാണ്. ഭാരതീയ ജനതാ പാർട്ടി പരമാവധി 90 സീറ്റുകൾ മാത്രം മത്സരിക്കാനാണ് തീരുമാനം. 2016 മുതൽ 98 സീറ്റിലും 2021 മുതൽ
113 സീറ്റിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ സഖ്യകക്ഷിയായ ഭാരത് ധർമ്മ ജനസേന ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാനും സാധ്യതയുണ്ട്. അടുത്ത വാർത്ത അപ്ഡേറ്റ്. കേരള മദ്രാസ് ടീച്ചേഴ്സ് വെൽഫെയർ ബോർഡ് അംഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുന്നു. ഈ അപേക്ഷിക്കേണ്ടതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയെന്ന് നോക്കാം. കുറഞ്ഞത് 2 വർഷം സ്ഥിരമായി അംഗത്വമുള്ളവരായിരിക്കണം. പ്രായം 25 മുതൽ 50 വരെ ആയിരിക്കണം. അപേക്ഷകന്റെയോ പങ്കാളിയുടെയോ പേരിൽ കുറഞ്ഞത് 3 സെന്റ് ഭൂമി ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ 10 വർഷത്തെ തുല്യഗഡുക്കളായി തിരിച്ചടവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ടതാണ്. അർഹതപ്പെട്ടവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വാർത്ത അപ്ഡേറ്റ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ സ്റ്റാറ്റസ് സ്വയം പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ സേവന വെബ്സൈറ്റിലൂടെ പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിയോ അപേക്ഷ അംഗീകരിച്ചോ അടുത്ത ഗഡു എപ്പോൾ എന്നിവ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ 10 ലക്ഷത്തിലധികം പേർക്ക് സഹായം ലഭിച്ചു. ഏകദേശം 30 ലക്ഷം പേർക്ക് അർഹതയുണ്ടെങ്കിലും 17 ലക്ഷം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പരിശോധനാ നടപടികൾ പുരോഗമിക്കുന്നു. ഈ ഒരു പദ്ധതിയിൽ അംഗീകാരം ലഭിക്കുന്നവർക്ക് അടുത്ത ഗഡുവിൽ തന്നെ തുക ലഭ്യമാകുന്നതായിരിക്കും. മാസത്തിൽ 1000 വീതമാണ് കൃത്യമായിട്ട് തുക ലഭ്യമാകുന്നത്. അടുത്ത വാർത്ത അപ്ഡേറ്റ് റേഷൻ വിതരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാനിരിക്കുവാണ്. സപ്ലൈകോ വഴിയും റേഷൻ കടകളിലൂടെയും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇന്നോ നാളെയോ റേഷൻ കാർഡുമായി എത്തി ആനുകൂല്യം കൈപ്പറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തെ വാർത്ത അപ്ഡേറ്റ് സ്വർണ്ണവിലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഗ്രാമിന് 80 രൂപ കുറഞ്ഞു. പവന് 640 രൂപ കുറഞ്ഞു. ഗ്രാമിന് ആകെ 14,820 രൂപയും പവന് 1,18,560 രൂപയും ആയിട്ടുണ്ട്. ഉച്ചയായപ്പോഴത്തേക്കും ഗ്രാമിന് 60 രൂപ കൂടി കുറഞ്ഞിട്ടുണ്ട്. പവന് 480 രൂപ കൂടി കുറഞ്ഞു. ഗ്രാമിന് ആകെ 14,760 രൂപയും പവന് 1,18,080 രൂപയായി മാറിയിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ തുടർച്ചയായി ചാഞ്ചാട്ടം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ്, പെൻഷൻ വിതരണം, റേഷൻ ധനസഹായങ്ങൾ എന്നിവയിൽ കൂടുതൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീണ്ടും ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.